ഗായത്രി മന്ത്രം സ്ത്രീകൾ ജപിച്ചാൽ കുഴപ്പമുണ്ടെന്ന് ചില പണ്ഡിതർ പറയുന്നു. അന്ധനെ അന്ധൻ നയിക്കുന്ന പോലെയാണ് ഈ പറയുന്നത്. സ്ത്രീകളെ ആത്മശക്തി നേടുന്നതിൽ നിന്നും തടയാൻ അല്പബുദ്ധികളായ ചിലർ നടത്തിയ ശ്രമമായിരിക്കാം ഇത്. ഒരിക്കലും ഇത് വിശ്വസിക്കരുത്. ശാക്തമാർഗത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യസ്ഥാനമാണ്. ശാക്തമാർഗം അങ്ങനെ അറിയപ്പെടുന്നത് തന്നെ ദിവ്യശക്തിയെ സ്ത്രീഭാവത്തിൽ ആരാധിക്കുന്നത് കൊണ്ടാണ്. ആദിശങ്കരന്റെ സൗന്ദര്യ ലഹരിയിൽ തികച്ചും സ്ത്രീഭാവത്തിലാണ് ദിവ്യശക്തിയെ ആരാധിക്കുന്നത്. ദേവിയുടെ ശാരീരിക ഭാവത്തെ പോലും അവിടെ വാഴ്ത്തുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ സ്ത്രീകൾ ലളിതാ സഹസ്രനാമം ജപിക്കാൻ പാടില്ല, ഗായത്രി ജപിക്കരുത് എന്നൊക്കെ പറയുന്നവർ വെറും കാപട്യം നിറഞ്ഞവരാണ്. സ്ത്രീകൾ ശക്തരാകുമെന്ന് ഭയപ്പെടുന്നവർ ആകും ഇത്തരക്കാർ. ഈ വാദത്തിന് ശക്തി പകരാൻ കപടശാസ്ത്രത്തെയും ഇവർ കൂട്ടുപിടിക്കുന്നു. സ്ത്രീകൾക്ക് ഗായത്രി ജപിക്കാം, എത്ര തവണ വേണമെങ്കിലും ജപിക്കാം. സാധാരണയായി 108 തവണ ജപിക്കാം. സാധാരണയായി പ്രത്യേകിച്ച് കണക്കൊന്നും ഇല്ലാതെ മന്ത്രം ജപിക്കാൻ ഇരുന്നാൽ 10ഓ 20ഓ തവണ മാത്രം ജപിച്ച് അത് അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത്ര തവണ ജപിക്കണം എന്ന് പറയുന്നത് ഇത് ഒഴിവാക്കാനുള്ള ഒരു ഉപായമാണ്. 108 തവണ ജപിക്കണം എന്ന് പറയുമ്പോൾ അത് പൂർത്തിയായതിനു ശേഷമേ നമ്മൾ എഴുന്നേൽക്കാറുള്ളൂ. അല്ലാതെ ഇത്ര തവണ എന്ന ഒരു നിർബന്ധവുമില്ല. ഇനി 108 വളരെ വിശേഷപ്പെട്ട ഒരു സംഖ്യയാണ്. കാരണം അത് 9ന്റെ ഒരു ഗുണസംഖ്യയാണ്. 9 പരമാത്മശക്തിയുടെ ഒരു പ്രതീകമായി കരുതപ്പെടുന്നു. 9നെ ഏതു സംഖ്യ കൊണ്ട് ഗുണിച്ചാലും അവസാന ഫലത്തെ കൂട്ടുമ്പോൾ അത് 9 ആയിരിക്കും. ഇത് ഒരു പ്രതീകമാണ്. ഏതു സാഹചര്യത്തിലും മാറ്റമില്ലാതെ തുടരുന്ന പരമശക്തിയുടെ പ്രതീകം. സാധിക്കുമെങ്കിൽ 108ന്റെ ഗുണങ്ങളായി ജപിക്കാം. 108 108 108 എന്നിങ്ങനെ ജപിക്കാം. ഒരു ഘട്ടത്തിൽ സമയം ശ്രദ്ധിക്കാതെ ജപിക്കുന്നതിൽ ലയിച്ചു പോകാറുണ്ട്. അങ്ങനെ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ എണ്ണമൊന്നും നോക്കേണ്ട കാര്യമില്ല. എത്ര നേരം വേണമെങ്കിലും ജപിക്കാം.